CPM അവരുടെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഇടമാണ് തൃത്താല. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VT ബൽറാമിനെ മുട്ടുകുത്തിച്ച് CPM അവരുടെ കോട്ട പിടിച്ചു നിർത്തിയിരുന്നു. MB രാജേഷിലൂടെയാണ് തൃത്താല ഇടത് പാർട്ടി പിടിച്ചെടുത്തത്. അതിനു മുൻപ് VT ബൽറാം തന്നെയായിരുന്നു തൃത്താല MLA. അവിടെ നിന്ന് CPM തിരികെ അവരുടെ മണ്ഡലം പിടിച്ചെടുത്തതോടെ വിജയിച്ചു കയറിയ രാജേഷ് സ്പീക്കറും മന്ത്രിയും ഒക്കെയായി കേരളം മുഴുവൻ പറന്നു നടക്കുകയാണ്. അതേ രാജേഷിന്റെ കരികാലം എന്ന് പറഞ്ഞാൽ മതി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും UDFും CPMന്റെ ചരമക്കുറിപ്പാണ് എഴുതിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എവിടെയും സംഭവിച്ചതുപോലെ തന്നെയാണ് തൃത്താലയിലും സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ കുത്തക സീറ്റുകളടക്കം CPMന് കൈവിട്ടു എന്ന് പറയേണ്ടി വരും. ഇവിടെ ആകെയുള്ള 7 പഞ്ചായത്തുകളിൽ 5ലും UDFിനാണ് വിജയമെന്ന് കാണാൻ കഴിയും. നിലവിലുണ്ടായിരുന്ന പട്ടിത്തറ, ആനക്കര, ചാലുശ്ശേരി പഞ്ചായത്തുകളിൽ UDF ഭരണം നിലനിർത്തിയപ്പോൾ 25 വർഷത്തിന് ശേഷമാണ് തൃത്താലയിൽ UDF വിജയിക്കുന്നത്. 10 വർഷത്തിന് ശേഷം കപ്പൂർ പഞ്ചായത്ത് ഭരണവും UDF തിരിച്ചുപിടിച്ചപ്പോൾ അവിടെ ഭരണമുന്നണി വെറും 6 സീറ്റിലേക്ക് തകർന്നടിഞ്ഞു എന്നതും വസ്തുതയാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചും പരിഹസിച്ചും ജനദ്രോഹം അടിച്ചേൽപ്പിച്ചും മുന്നോട്ട് പോയ CPMനും പഞ്ചായത്ത് വകുപ്പ് മന്ത്രിക്കുമുള്ള കനത്ത തിരിച്ചടിയാണ് ഈ ജനവിധിയെന്നാണ് VT ബൽറാം പറഞ്ഞത്. ബൽറാം നേരിട്ടാണ് ഇവിടെ UDFനെ നയിച്ചത്. തൃത്താല മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 5ഉം ഇനി UDF ഭരണത്തിലാണെന്ന് പറയാം. നിലവിലുണ്ടായിരുന്ന പട്ടിത്തറ, ആനക്കര, ചാലുശ്ശേരി പഞ്ചായത്തുകളിൽ UDF ഭരണം നിലനിർത്തിയപ്പോൾ 25 വർഷത്തിന് ശേഷമാണ് ഇത്തവണ തൃത്താല പഞ്ചായത്തിൽ UDF ഭരണത്തിലെത്തിയത്. ആകെയുള്ള 19 സീറ്റുകളിൽ 13ലും UDF വിജയിച്ചപ്പോൾ LDFന് ഇവിടെ നിന്ന് ജയിക്കാനായത് വെറും 6 സീറ്റിൽ മാത്രമാണ്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലും LDFന്റെ അപ്രമാദിത്വം UDF അവസാനിപ്പിച്ചിട്ടുണ്ട്. ആകെയുള്ള 16 സീറ്റിൽ 8 സീറ്റുകളും 2 മുന്നണികളും നേടി ഇവിടെ ഒപ്പത്തിനൊപ്പം വന്നു. നേരത്തെ UDF ഇവിടെ ചിത്രത്തിൽ പോലുമില്ലായിരുന്നു. കപ്പൂർ, തിരുവേഗപ്പുറ, വിളയൂർ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളും UDF പിടിച്ചെടുത്തിട്ടുണ്ട്. ബൽറാമിന്റെ സ്വന്തം വാർഡും ബ്ലോക്ക്, ജില്ലാ ഡിവിഷനുകളും ഇത്തവണ UDF ആധികാരികമായ ഭൂരിപക്ഷത്തോടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ സാധിച്ചത് ഇവിടെ MB രാജേഷിന്റെ മേൽക്കൈ അവസാനിക്കുന്നതിന്റെ സൂചനകൾ നൽകിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. ജനങ്ങളെ വെല്ലുവിളിച്ചും പരിഹസിച്ചും ജനദ്രോഹം അടിച്ചേൽപ്പിച്ചും മുന്നോട്ട് പോയ CPMനും പഞ്ചായത്ത് വകുപ്പ് മന്ത്രിക്കുമുള്ള കനത്ത തിരിച്ചടിയാണ് ഈ ജനവിധി എന്ന് നേരത്തെ VT ബൽറാം പറഞ്ഞിരുന്നു. വാർഡ് വിഭജനത്തിലൂടെ മുഴുവൻ വാർഡുകളും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ മന്ത്രിയും പരിവാരങ്ങളും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന തരത്തിലാണ് തൃത്താലയിലെ ജനങ്ങൾ ഇക്കുറി വിധിയെഴുതിയത്. ഇത് UDFിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണെന്നും ഈ വിജയങ്ങൾ കൂടുതലും വിനീതരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമാക്കി മാറ്റുന്നുവെന്ന് പറഞ്ഞ ബൽറാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി അട്ടിമറി വിജയം നേടുമെന്ന സൂചനകൾ നൽകുന്നുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തൃത്താല വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നിന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MP അബ്ദുസമദ് സമദാനി 2,35,760 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഈ വിജയവും UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. ബൽറാം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചതിന്റെ ഗുണമാണ് അവിടെ UDFന് ലഭിച്ചിരിക്കുന്നത്. നേതാവിനെ തലയിലേറ്റിയാണ് അവിടെ കോൺഗ്രസ് വിജയം ആഘോഷിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ബാക്കി നൽകുമെന്ന പ്രഖ്യാപനം UDF നൽകുമ്പോൾ തോൽവിയുറപ്പിച്ച മട്ടിലാണ് അവിടെ CPM നിൽക്കുന്നത്. കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.